കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആവരുത് ഒരു യൂണിയൻ ഗവൺമെൻറ് എന്നതിനുള്ള മികച്ച ഉദാഹരണമാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ. ഏതൊക്കെ തരത്തിൽ സാമ്പത്തികമായും അല്ലാതെയും കേരളത്തെ ഉപരോധത്തിലാക്കാമോ അങ്ങനെയെല്ലാം കേന്ദ്ര സർക്കാർ കേരളത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വയനാടിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്ന കാര്യത്തിലൊക്കെ ആയാലും സാമ്പത്തികമായി ധനസഹായം നൽകുന്ന കാര്യത്തിലുമൊക്കെ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് അതുതന്നെയാണ്. നമ്മൾ പലകുറി അത് വിവിധ വേദികളിൽ പല തവണ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമായും അല്ലാതെയും പോരാടിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന നിയമ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായൊരു ചുവട് അക്കാര്യത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി നടപടികളിലെ ഏറ്റവും കാതലായ കാര്യം. അതായത് വയനാട് ദുരന്തത്തിന് വേണ്ടി ധനസഹായം കേന്ദ്രത്തോട് കേരള സർക്കാർ ഇങ്ങനെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും അത് കോടതിയിലെത്തുകയും കോടതി അതിൽ വാദം കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിലാണ് ഒരു 132.62 കോടി രൂപയുടെ ഒരു ബില്ല് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നത്. അതോ 2016-17 വർഷക്കാലത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഹെലികോപ്റ്റർ ഒക്കെ ഉപയോഗിച്ചതിൻ്റെ പലതരത്തിൽ അങ്ങനെ ഉപയോഗിച്ചതിൻ്റെ ഒരു തുക എന്ന നിലയ്ക്ക് ഒരു ബില്ല് കേരളത്തിന് നൽകുകയായിരുന്നു. അതാണ് ഇന്ന് കേരള ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് കേന്ദ്രത്തിന് നേരെ ഉണ്ടാവാനൊരു പ്രധാനപ്പെട്ട കാരണം. അതായത് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ ബില്ല് കേന്ദ്ര സർക്കാർ കേരളത്തിന് അയച്ചു എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞത്. അതായത് ഒരു ദുരന്തമുഖത്തൊരു സംസ്ഥാനം നിൽക്കുന്നു, അവർ കേന്ദ്രത്തോട് നിരന്തരമായി ധനസഹായം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് നിയമപോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു, കോടതി ആ കേസ് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പഴയൊരു ബില്ല് വർഷങ്ങൾക്ക് മുമ്പ് 6-7 വർഷം മുമ്പുള്ള 8 വർഷം മുമ്പുള്ള കുറേ ബില്ലുകളെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈ പൈസ എല്ലാം കൂടെ നിങ്ങൾ അടയ്ക്കണം എന്ന് ഇപ്പോൾ ഇങ്ങോട്ട് ബില്ല് തന്നൊരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് ധനസഹായം ചോദിച്ചവർക്ക് ഇങ്ങോട്ട് ബില്ല് തരുന്നൊരു സാഹചര്യമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതാണ് കോടതിയെ ചൊടിപ്പിച്ചതെന്ന് തന്നെ പറയാം. ഈ വയനാടുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുക ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരാണ് ഇതിനെ അതിനിശിതമായി വിമർശിച്ചത്. കോടതി പറഞ്ഞത് കോടതിയെ ഇത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കേന്ദ്രത്തോട് സഹായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയൊരു ബില്ല് ഇങ്ങോട്ട് അയക്കുന്നത് എന്ത് നീതിയാണ് എന്നതാണ് കോടതിയുടെ ചോദ്യം. അതുതന്നെയാണ് കേരളവും ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. ഇത് ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര സെക്രട്ടറി ഒരു വിശദീകരണം നൽകണം. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ബില്ല് അയച്ചു? ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം. വേണമെങ്കിൽ നിങ്ങൾ 5-6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ ഈ വയനാട് ഇഷ്യൂ ഒന്ന് പരിഹരിച്ചതിന് ശേഷം വേണമെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ആവശ്യപ്പെടാമായിരുന്നു. അതൊന്നും വെയിറ്റ് ചെയ്യാതെ 8 വർഷമായൊരു കേസ് പെട്ടെന്ന് ഒരു ദുരന്തമുഖത്ത് നിൽക്കുന്നൊരു സംസ്ഥാനത്തിന് പഴയ ബില്ലെല്ലാം കൂടെ ചേർത്ത് അയക്കുക എന്ന് പറയുന്നത് എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോൾ ഒരു വിശദീകരണം നൽകാനാണ് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു സംഭവം, സംസ്ഥാനത്തിൻ്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള വിനിയോഗം സംബന്ധിച്ചൊരു കണക്ക് കേന്ദ്രത്തിന് അയച്ചിരുന്നു. അതിൽ ബാക്കി എത്രയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെയും അറിയിച്ചു. ആ 152 കോടി രൂപയിൽ എത്ര രൂപ വയനാടിന് വിനിയോഗിക്കാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഫലത്തിൽ കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ചാണ് ഈ വലിയ തുകയൊന്നും വയനാടിനായി വിനിയോഗിക്കാൻ കഴിയില്ല എന്നാണ് കേരള ഗവൺമെൻറ് കോടതിയെ അറിയിച്ചത്. അതിന് കാരണം കേന്ദ്രത്തിൻ്റെ നിബന്ധനകൾ തന്നെയാണ്. ആ നിബന്ധനകളിൽ ഒരു മോഡിഫിക്കേഷൻ, ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഇളവ് അത് അനുവദിച്ചേ പറ്റൂ എന്നുള്ളതാണ് കേരളത്തിൻ്റെ മറ്റൊരാവശ്യം. അത് ഇളവ് അനുവദിക്കാതെ SDRFൽ നിന്ന് നിങ്ങൾ ഫണ്ട് ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ മാനദണ്ഡങ്ങൾ മാറ്റാതെ SDRFൽ നിന്ന് വിനിയോഗിക്കാൻ കഴിയില്ല. അത് കോടതിക്കും ബോധ്യപ്പെട്ടു. അപ്പോൾ ഈ കോടതി ഇന്ന് രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചത് എന്ത് ഇളവ് നിങ്ങൾക്ക് നൽകാൻ കഴിയും, SDRF മാനദണ്ഡങ്ങളിൽ എന്ത് മാറ്റം വരുത്തി തരാൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നതും വിശദീകരിക്കണം. ഒപ്പം എന്തെങ്കിലും അടിയന്തര ധനസഹായം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉദ്ദേശിക്കുന്നെങ്കിൽ എത്രയാണ്, അതൊന്ന് കോടതിയെ അറിയിക്കൂ എന്നാണ്. അടുത്ത മാസം ജനുവരി 10 ഈ കേസ് വീണ്ടും പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് എടുത്തത് മുതൽ നിരവധി ഘട്ടങ്ങളിൽ കോടതിയിൽ നിന്ന് വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കോടതി അതിൻ്റെ ഒരു അന്തിമ ഉത്തരവിലേക്ക് ഇതുവരെ പോകാത്തത് ഏതെങ്കിലും തരത്തിൽ ഇഷ്യൂ ഒന്ന് പരിഹരിച്ച് സെറ്റിൽ ചെയ്ത് ഒരു ധനസഹായം കേരളത്തിന് കൊടുത്ത ആ പ്രശ്നം ഒന്ന് പരിഹരിക്കുമെങ്കിൽ ഒരു ഓർഡർ ഒഴിവാക്കി പോകാമല്ലോ എന്ന മട്ടിലാണ് കോടതി ഇപ്പോൾ ഇതിൽ വാദമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോടതി അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അതൊരു നിയമക്കുരുക്കുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് കോടതി അതിൽ ഒരു അന്തിമ ഉത്തരവിലേക്ക് പോകാതെ ആ ഇഷ്യൂ ഒന്ന് സെറ്റിൽ ചെയ്യാൻ ഉള്ള ശ്രമവും കോടതി ഇടയ്ക്ക് നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊന്നും കേന്ദ്ര സർക്കാർ വഴങ്ങുന്നില്ല. ഞങ്ങൾ കൊടുത്തു, ഇനി നൽകില്ല എന്നതടക്കമുള്ള പല വാദങ്ങളാണ് കേന്ദ്ര സർക്കാർ കോടതി മുമ്പാകെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടി കോടതിയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ജനുവരി 10 ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എന്തു മറുപടിയാണ് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ നൽകാനുള്ളത്? 3 കാര്യങ്ങൾ. ഒന്ന്, SDRF ഫണ്ട് വിനിയോഗം സംബന്ധിച്ച നിബന്ധനകൾ മാറ്റം വരുത്തുമോ? മറ്റൊന്ന്, ഈ 2016-17 രക്ഷാപ്രവർത്തനത്തിനുള്ള പണം ഈടാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയുമോ? 3,
എന്തെങ്കിലും അടിയന്തര സഹായം നിങ്ങൾ കൊടുക്കാൻ കേരളത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനുവരി 10 കോടതി നടപടികൾ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്.